ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് സർവൈവൽ മോഡിലാണ് കളിക്കുന്നത്. അപ്പോൾ ഇത് ഓരോരോ എപ്പിസോഡായി ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി മുതൽ നമ്മൾ എപ്പിസോഡായിട്ട് നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഇടും. അപ്പോൾ നമ്മൾ സർവൈവൽ മോഡിലാണ് കളിക്കുന്നത്. നമുക്കിനി ആദ്യം നമ്മൾ ബേസിൽ നിന്ന് തുടങ്ങും. അതായത് വുഡ് കട്ട് ചെയ്ത് അങ്ങനെ തുടങ്ങാം. അപ്പോൾ നമുക്ക് ബേസിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിൽ നിന്ന് തുടങ്ങാം. നമുക്ക് കുറച്ച് അടിയിൽ നിന്നുള്ള വുഡ് വീട്ടിൽ നിന്നും തുടങ്ങാം. പിന്നെ സ്റ്റിക്ക് കിട്ടി വുഡ് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇതുണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഓക്കെ ഈ വുഡ് ഇതാക്കാം. വുഡാണ് നമുക്ക് വീടുണ്ടാക്കണം. വീട് നമുക്ക് ആദ്യം നമുക്കൊരു ഡേർട്ട് കൊണ്ടുള്ളൊരു വീടുണ്ടാക്കാം. നമുക്ക് ഒരു പുഴ നമുക്ക് ആ സൈഡിൽ പോയേക്കാം. നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. നമ്മുടെ ലീഫ് തൊട്ട് നമുക്ക് ഇത് ചിലപ്പോൾ ഇത് കിട്ടും. നമ്മൾ മുറിച്ചിട്ടില്ലല്ലോ അല്ലേ? മറന്നുപോയി. നമുക്ക് ഇതും കൂടി കട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ ലീഫൊക്കെ കട്ട് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് കുറച്ച് സ്റ്റിക്സ് വേണം. എങ്കിൽ നമ്മൾ വുഡൊന്നും ഉണ്ടാക്കാം. പക്ഷെ ഇതാകുമ്പോൾ നമ്മൾ വുഡ് വേസ്റ്റ് ആക്കാം. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടില്ല സ്റ്റിക്ക്. നമുക്ക് സ്റ്റിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെസേർട്ട് വേണം. ഡെസേർട്ടിലെ ആ ഇത് ഇതാക്കാൻ ഒരു എന്തൊരു പ്ലാന്റ് ഉണ്ടല്ലോ, അത് വെക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് 24 കിട്ടി. നമുക്കിനി ഇത് കേട്ടിട്ട് നമുക്ക് കുറച്ച് ഇങ്ങോട്ടിടാം, കുറച്ച് ഇങ്ങോട്ടിടാം. നമുക്ക് കുറച്ച് മതി. കുറച്ച് ഒരു ക്രാഫ്റ്റിൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ സ്റ്റിക്ക് ഒരു 4 ഇട്ടിട്ടെ ബാക്കി ഇങ്ങോട്ടിടാം. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. നമുക്ക് പിക്കാക്സ് ഒരു പിക്കാക്സ് ഒരു പിക്കാക്സ് മതി. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇനി ഉണ്ടല്ലോ ഒരു ആക്സ് ആണ് പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. ഞാൻ അറിയാതെ മാറിപ്പോയി. നമുക്കിനി ഇത് മറ്റാക്കാം. ഇത് ഈസി വേട്ടത് സോറി ഇത് മറ്റാക്കുക. ഇത് മറ്റാക്കുക. അപ്പോൾ സോറി അല്ലോ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിക്കാം. ഇവിടെ നമുക്കിനി ഇപ്പത്തേക്ക് നമുക്കൊരു സോഡ് കൂടി ഉണ്ടാക്കാനുണ്ട്. നമുക്കിനി ഒരു സോഡും കൂടി ഉണ്ടാക്കാം. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എപ്പോഴും വേണ്ടി വരില്ല. അപ്പോൾ നമ്മളൊരു സോഡും ഉണ്ടാക്കി. നമുക്ക് ഇത് പൊട്ടിക്കാം. ഇനി നമുക്ക് സ്റ്റോൺ ലിസ്റ്റ് എടുത്ത് പോകാം. നമുക്ക് നമ്മളെ ടൂൾസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളിവിടെ കുറച്ച് ഇതുണ്ട്. നമുക്ക് ഇതൊക്കെ നോക്കിടാം. ഇവിടെ ഇതാ കുറച്ച് സ്റ്റോൺ ഉണ്ട്. അടിയിൽ റിവറാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് രാത്രി ആവുന്നതിൻ്റെ മുമ്പ് നമുക്കൊരു ചെറിയൊരു ഡേറ്റൊരു വേർഡ് ഉണ്ടാക്കി ആക്കാം. അപ്പോൾ സ്റ്റോണ് സോറി ഞാൻ റോങ് ടൂർ വെച്ച് സ്റ്റോൺ സ്റ്റോണ് കുറച്ച് കളക്ട് ചെയ്യാം. സ്റ്റോൺ കളക്ട് ചെയ്യാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഡേർട്ട് കുറച്ച് കളക്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു ബേസ് പോലെ ഉണ്ടാക്കാം. പിന്നെ നമുക്കൊരു ചെറിയ ഡോർ ഉണ്ടാക്കാം. ഡേർട്ട് ആയതുകൊണ്ട് നമുക്ക് ഡോറിൻ്റെ ആവശ്യമില്ല. നമുക്ക് എവിടെ ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഇവിടെ ഒന്ന് സ്പേസ് നിർത്തിയിട്ട് ഈ ഡേർട്ട് നിർത്തിയിട്ട് കുറച്ച് ഡേർട്ട് ഉണ്ടല്ലോ നമ്മൾ ചെറിയൊരു നമുക്ക് ഇന്ന് രാത്രിക്ക് ഇതാക്കാനാണ്. ഇന്ന് രാത്രിക്ക് സ്റ്റേ ചെയ്യാനാണ്. പിന്നെ നമുക്കൊരു ബെഡും വേണം, ഷീപ്പും വേണം, പിന്നെ മെയിനായിട്ട് ഫുഡ് ആവശ്യമാണ്. പിന്നെ നമുക്ക് ചെറിയൊരു വീട് പോലെ ഉണ്ടാക്കാം. രാത്രിയാകുമ്പോഴേക്ക് നമുക്കിത് ഉണ്ടാക്കി കഴിയണം, വലിയ പ്രശ്നമാണ്. നമുക്ക് ഈ കോർണറിലുള്ള ഡേറ്റ് ആവശ്യമില്ല. കോർണർ നമുക്ക് ചെറിയൊരു പൈസ നമുക്ക് ഇവിടെ ഡേറ്റ് കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഇനി കുറച്ച് ഡേറ്റ് കളക്ട് ചെയ്യാം. രാത്രി ആണതിൻ്റെ മുമ്പ് ഇതാക്കണം, അല്ലെങ്കിൽ എന്താ പറയുക ഇത് പലതും വരും. നമുക്ക് 2 ഇത് മതി, 2 ബ്ലോക്ക് ഹൈയിൽ മതി. കുറച്ച് ഗ്രാസ് കളക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വീട് ഇതാ കംപ്ലീറ്റ് ആയി. ചെറിയ ഇഷ്ടമാണ്, കാരണം നമ്മളെ ഇവിടെ ലേറ്റില്ല, കാരണം നമ്മൾ നല്ല ഒരു ലെവലിൽ എത്തിയിട്ടില്ല. അപ്പോൾ നമുക്കിനി രാവിലെ ആവണവരെ കാത്തു നിൽക്കണം. പിന്നെ രാവിലെ ആവണം. നമുക്ക് ബെഡും ഉണ്ടാക്കണം, എന്നാലും നമുക്ക് ഉറങ്ങാൻ പറ്റുക. വുഡ് നമുക്ക് 2 വുഡ് പ്ലാങ്ക്സ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം നമുക്ക്. പിന്നെ നമുക്ക് ബെഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം ഒരു ബെഡ് ഉണ്ടാക്കുക എങ്ങനെ കാണിക്കണം. ബെഡ് ഉണ്ടാക്കാൻ ആവശ്യം നമുക്ക് വുഡും മാത്രം മതി. പിന്നെ നമുക്കൊരു ചെറിയൊരു എന്തെങ്കിലും ഒരു കളർ എന്തെങ്കിലും അടിക്കണം. ഇനി രാവിലെ ആവുന്നവരെ കാത്തിക്കണം നമുക്ക്. പിന്നെ രാവിലെ ആയിട്ട് വേണം. ഫുഡും ആവശ്യമാണ് നമുക്ക്. ഇപ്പോൾ ഫുഡിന് ഇറങ്ങിയ നമ്മൾ ചാവാൻ സാധ്യതയുണ്ട്. നമുക്കിനി രാവിലെ ആയിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്ക് രാവിലെ കാത്തിക്കണം, പക്ഷേ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് സ്റ്റോൺ കൊണ്ടുള്ള കുറച്ച് ടൂൾസ് ഉണ്ടാക്കാം നമുക്ക്. അത് സ്റ്റോൺ പിക്കാക്സ് രണ്ടും ആവശ്യമില്ല. നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. നല്ലത്. ഓക്കെ, നമുക്ക് കുറച്ച് ഇടാം, കുറച്ച് മാറ്റണം, കുറച്ച് മതി. ഇങ്ങോട്ടിടുക സ്റ്റോൺ പിക്കാക്സ്. നമുക്ക് നമ്മുടെ ഇൻവെർട്ടറിൽ നമ്മുടെ വുഡൻ പിക്കാക്സ് അവിടെ നിന്നിട്ട് ഇൻവെർട്ടറിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ. അപ്പം ഇനി നമുക്ക് ആക്സ് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് നമ്മളെ ആക്സ് നമ്മൾ ഇൻവെർട്ടറിലിടാം. നമുക്കിനി സ്റ്റോൺ സോഡ് ആവശ്യമുണ്ട്. പിന്നെ സ്റ്റോണിന് നമുക്ക് 2 സ്റ്റോൺ, ഒരു സ്റ്റോണുണ്ട്. അപ്പോൾ നമുക്ക് മെയിനാണ് ഒരു സോഡ് ഉണ്ടാക്കും. അപ്പോൾ ജസ്റ്റ് താഴ്ത്തി ഒരു
ആവശ്യമുണ്ട്. നമുക്ക് രാവിലെയാണ് അവർ വയ്ക്കാം. അപ്പോൾ അതാ രാവിലെയായി. അപ്പം നമുക്ക് പുറത്ത് കളയണം. പിന്നെ നമുക്ക് ഫുഡും ഫർണസും 2-3 എന്തായാലും ആവശ്യമുണ്ട്. നമുക്ക് നേരത്തെ നമ്മൾ സ്റ്റോണ് ഉണ്ടാക്കിയ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങണം. അതിൻ്റെ മുമ്പ് വുഡ് വേണം. നമുക്ക് ഇത് ഇതാക്കണം. വുഡ് ആവശ്യമുണ്ട്. നമുക്ക് ബെഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വുഡ് ആവശ്യമുണ്ട്. അപ്പോൾ വുഡ് കുറച്ച് കളക്ട് ചെയ്യണം. പിന്നെ ഷിബിന് ആവശ്യമുണ്ട്. വുഡവിടെ സ്റ്റക്കായി നിൽക്കുക. ഓക്കെ, അത് വലിയൊരു മരാട്ടോ. ഓക്കെ, ഈ വുഡ് മതിയാവും തോന്നുന്നത്. നമുക്കിനി ഈ വുഡ് പ്ലാങ്ക്സ് ആക്കാം. ഓക്കെ, പ്ലാങ്ക്സായി. ഓക്കെ, 34 വുഡൻ പ്ലാങ്ക്സ് കിട്ടി. ഇനി നമുക്ക് ഫുഡ് വേണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചിക്കൻ മതി. ചിക്കൻ ഇതാക്കാം. ചിക്കൻ കിട്ടി. നമുക്കിനി ഒന്നും കാര്യമില്ല. ഫുഡിന് നമുക്ക് വേറെ വല്ല ആനിമൽസിന് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോൺ വേണം ഫർണസ് ഉണ്ടാക്കാൻ. പിന്നെ കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യാം. അതിന് സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്റ്റോണായി. നമുക്ക് ഫർണസ് ഉണ്ടാക്കാം. സ്റ്റോൺ കുറച്ച് ആവശ്യമുണ്ട്. ബാക്കി നമുക്ക് ഇടാം. ഫർണസായി. അപ്പോൾ ഉണ്ടോയെന്ന് സംശയമില്ല. അപ്പോൾ ഇനി നമുക്ക് ഫർണസുണ്ട്. ഫുഡ് കുക്ക് ചെയ്യണം. കോൾ ആവശ്യമുണ്ട്. നമുക്കിനി കോള് കണ്ടുപിടിക്കണം. നമുക്ക് ഇത് നമ്മുടെ ബേസിൻ്റെ ഉള്ളിലിടാം. നമുക്ക് ബേസിൻ്റെ ഉള്ളിലിടാം. നമുക്ക് കോള് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഇത് നമുക്ക് ഒരു ചെറിയൊരു പീസ് ഫുഡ് തിന്നാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് കോൾ ആവശ്യമുണ്ട്. കോളിന് നമുക്ക് കുറച്ച് അടിയിൽ പോവാം. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് ഇവിടെ പോയി നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് എത്തി. ഓക്കെ, നമുക്കിനി കോള് കണ്ടുപിടിക്കണം. കോൾ ആവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ എപ്പിസോഡ് 2 ഇറങ്ങും. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ